ഹായ് ഹലോ. ഇന്നും ഒരു ജപ്പാൻ വിശേഷമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിലും തെണ്ടലിനും കറക്കത്തിനും ഒന്നും ഒരു കുറവില്ല കേട്ടോ. ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അധിക സ്ഥലങ്ങളിലൊന്നും പോവില്ല, മിക്കവാറും കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് അതേപോലെ റൂമിൽ കയറി കിടക്കുന്നതായിരുന്നു കേട്ടോ. പക്ഷെ അതിനൊന്നും നിന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ഗ്ലാസ് മ്യൂസിയം ആണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും ജപ്പാനിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് മ്യൂസിയം കാണാൻ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം കേട്ടോ. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ വെബ്സൈറ്റും എല്ലാം ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അധികം ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല കേട്ടോ. 500 എന്നൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ ഒരു 300 രൂപയുടെ അടുത്തൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഈ കാണുന്നതെല്ലാം ഗ്ലാസ്സിൽ ഉണ്ടാക്കിയത് കേട്ടോ. ഗ്ലാസിന്റെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. മെഷീൻ യൂസ് ചെയ്ത് ചെയ്യുന്നതല്ല, ഒക്കെ കൈവച്ച് ചെയ്യുന്ന സാധനങ്ങളാട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യട്ടെ. കണ്ടാൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ടാൽ അതിന്റെ തന്നെ കോപ്പി പുറത്തുണ്ടാവും, റെപ്ലിക്ക ഉണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പിന്നെ റെയർ ആയിട്ടുള്ള പീസുകൾ ഇവർ അങ്ങനെ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാം കാണുമ്പോൾ നല്ല ഒരു ഷൈനിങ്ങോട് കൂടെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എന്താണ് എന്നില്ല നമുക്ക് തോന്നിപ്പോവും. ഞാൻ ആദ്യം ഇതിന്റെ എൻട്രൻസ് കൂടെ കയറി വരുന്ന സമയത്ത് അയ്യോ ഇത് ചെറുതാണല്ലോ, ഇതിനകത്ത് എന്താ കാണാനും മാത്രം ഉണ്ടാവുക എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയായിരുന്നേ. പക്ഷെ ഉള്ളിൽ വരുമ്പോഴാണ് ഇത് കാണുന്നതിലുള്ള വലുപ്പത്തിലല്ല, ഇതൊക്കെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുള്ള ഫിനിഷിങ്ങും അതിന്റെ ഭംഗിയൊക്കെ കാണുന്നതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് വരും. അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. വന്ന സമയത്ത് ഇവിടെ ചെറിയ സ്കൂൾ കുട്ടികൾ വന്നിരുന്നു കേട്ടോ. സ്കൂൾ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു ഹൈസ്കൂൾ UP ലെവലിലൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾ, അത്ര ചെറുതല്ല. അപ്പൊ ഇവരെല്ലാരും കൂടെ അവിടെ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ അലൗഡാണ്. പിന്നെ ഞാൻ ക്ഷീണിച്ച കാരണം ഞാൻ ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുക എല്ലാവരും കാണിക്കാനുള്ള ഒരു ഇന്റൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതിലാണെങ്കിൽ വലിയ വലിയ സാധനങ്ങളുടെ കൂടെയൊക്കെ കുട്ടികൾ കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് കാണുന്നില്ലേറെ ഭംഗി നേരിട്ട് കാണുമ്പോൾ ഉണ്ട് കേട്ടോ. കാരണം ഓരോന്നിന്റെ ഉള്ളിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇതിന്റെ ഈ റൂമിന്റെ അവസാനമായിട്ട് ആ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ചിലതിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫ്ലവേഴ്സും അതിന്റെ ഓരോ പെറ്റൽസും ഒക്കെ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ടുള്ളത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്ന അതിന്റെയൊക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഒറിജിനലാന്ന് തോന്നിപ്പോട്ടോ. ഈ ബുൾസയൊക്കെ നോക്കി അങ്ങനെ ചിന്തി കിടക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്യാതെയാണ് ഇതിന്റെ ഉള്ളിൽ കയറിയത്. കാരണം ഇവിടെ എല്ലായിടത്തും ഭയങ്കര ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഉണ്ട്. ഇതിന് ടിക്കറ്റ് പ്രൈസ് കുറഞ്ഞു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്രയേ ഉള്ളൂ, 500 yen മതിയാവോ എന്നൊക്കെ തോന്നി. ഇതൊക്കെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പൂക്കളാണ്. ഇതൊക്കെ ഒരു 3D ആയിട്ട് നമ്മൾ തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഈ കണ്ടേക്കുന്ന സാധനങ്ങളാണ് അതിന്റെ ഉള്ളിൽ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോന്ന് പുറത്തൊക്കെ വരുന്തോറും ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ഏറ്റവും പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഇവര് കുറച്ച് ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി തരും. അപ്പൊ ഇവിടെയാണ് ഇവരുടെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കട്ടോ. അവരൊരു ഗ്ലാസ് റോഡ് തന്നിട്ട് ഈ ഫർണറിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് തരും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടും വരാട്ടോ. അവര് തന്നെ ബീഡ്സ് ഒക്കെ തരും, അതിന്റെ കൂടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ വാങ്ങാം.
അതല്ലാതെ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടില്ല ബ്രേസ്ലെറ്റ്സും മാലകളും അങ്ങനത്തെ എല്ലാ ഓർണമെന്റ്സും ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ വേണമെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചല്ലേ അതിന്റെയൊക്കെ മുത്തുകളൊക്കെ എടുത്തിട്ട് നമുക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടും ഇവരുണ്ടാക്കി തരും. പിന്നെ ഇവരെടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ ലെറ്റേഴ്സോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇവര് ചെയ്തു തരും കേട്ടോ. ഇവർക്ക് അത് അത്ര കോംപ്ലിക്കേറ്റഡ് സംഭവമേ അല്ല. കണ്ടോ ആ ഗ്ലാസ് റോഡാണ്, ആ ഇരുമ്പിന്റെ റോഡുമേക്ക് ഇങ്ങനെ ചുറ്റിച്ച് ഇവർ എന്നെ ഒരു മുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനും ഇങ്ങനെ ചെയ്തായിരുന്നു. പക്ഷെ എന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് തരാൻ ആരും ഇല്ലാത്ത കാരണം ഞാൻ മറ്റൊരു ആള് ചെയ്തതാണ് റെക്കോർഡ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ബീഡ്സും കൂടെ ഉണ്ടാവും, അതും കൂടെ ഇതിന്റെ കൂടെ ഡിസൈൻ ആയിട്ട് വെക്കാൻ ഇവര് ഹെൽപ്പ് ചെയ്യും. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഈ കുഞ്ഞു ബീഡ്സ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഇവർ അവിടെ തന്നെ എടുത്തു വെക്കൂട്ടോ. വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ അവർ അടുത്തതിൽ സെയിൽ ചെയ്യാനായിട്ട് അവരെന്നെ മാറ്റി വെക്കുകയും ചെയ്യും. ആ ബാക്കിൽ കാണുന്ന പെൻസിൽ പോലെ ഇരിക്കുന്ന ഓരോ കളർ സാധനങ്ങളൊക്കെ ഓരോ ഗ്ലാസ് റോഡാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനൊരു ബ്ലൂ ആണ് എടുത്തിരുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ചെയ്തത് വീഡിയോയിൽ ഉണ്ടോന്ന് അറിയില്ല, ഈ കാണുന്ന ഈ ബ്ലൂവിൽ ഒരു ബീഡ് ഞാൻ ചെയ്തതാണ് കേട്ടോ. ആ ഡിസൈൻ ഒക്കെ വെച്ചിട്ടുള്ളത് ഞാൻ ചെയ്തത്. പിന്നെ അവരിങ്ങനെ അതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത കളറിൽ വീണ്ടും ആ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പൊ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് അപ്പൊ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചതാണ്. അത്യാവശ്യം നല്ല സാധനങ്ങളാണ് കേട്ടോ, ക്വാളിറ്റി നല്ല പോലെ ഉണ്ട്. അതിന് മാത്രമല്ല പൈസയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഇവർ കൈവച്ചുണ്ടാക്കിയതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്ര പൈസയൊന്നുമില്ല, എല്ലാം അഫോർഡബിൾ റേഞ്ചിലായിരുന്നു. പിന്നെ ഞാൻ ഈ മാതിരി സാധനങ്ങളൊന്നും അധികം യൂസ് ചെയ്യാറില്ല, അപ്പൊ ഞാൻ വാങ്ങിയില്ല. പിന്നെ അതൊക്കെ കണ്ട് ഈ കുട്ടികളൊക്കെ അതിന്റെ ക്യൂട്ട്നെസ് ഒക്കെ നോക്കിയിട്ടിരിക്കുക കേട്ടോ. എല്ലാം നല്ല കുട്ടി കുട്ടി സാധനങ്ങളാണ്. കുറെ മാലകളും ബ്രേസ്ലെറ്റ്സും ഒക്കെ കുറെ ഉണ്ട്. ഇതൊക്കെ ഇതിനൊക്കെ 3630 കാണിക്കുന്ന, അതായത് നാട്ടിൽ ഒരു 2000 രൂപയൊക്കെ വരും. ഇതൊക്കെ കുറെ കീ ചെയിനുകളുണ്ട്, ലോക്കറ്റ്സ് ഉണ്ട്, അങ്ങനെ ഓരോ സാധനങ്ങളും. ഇത് ഹെയറിൽ വെക്കുന്ന ആക്സസറീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് പോരാം. പിന്നെ ഞാൻ അധികം ഒന്നും വാങ്ങിച്ചില്ല. ആദ്യം വന്ന് കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലെല്ലാം കണ്ട് ഉള്ളിലത്തെ കണ്ട് നോക്കിയപ്പം പുറത്തുള്ളതൊന്നും അത്ര വലിയ സംഭവമായി തോന്നിയില്ല. എന്തായാലും ഞാൻ അവിടെ കണ്ട് തിരിച്ചിറങ്ങി പോന്നു കേട്ടോ.